നമസ്കാരം. ഹരിശ്രീ അക്കാഡമിയുടെ ഓൺലൈൻ വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിലെ 3ാമത്തെ എക്സസൈസിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 2 കിലോഗ്രാം മധുര നാരങ്ങയും 3 കിലോഗ്രാം ആപ്പിളും കൂടി 520 രൂപ. 3 കിലോഗ്രാം മധുര നാരങ്ങയും 2 കിലോഗ്രാം ആപ്പിളിനും കൂടി 480 രൂപ. ഓരോ കിലോഗ്രാം മധുര നാരങ്ങയുടെ വില എത്രയാണ്? ആപ്പിളിൻ്റെയോ? ആൻസർ: നമുക്കിവിടെ മധുര നാരങ്ങ സമയം എക്സ് എന്ന് എടുക്കാം. മധുര നാരങ്ങ സമം എക്സ്, ആപ്പിൾ സമം വൈ. സോ 2 കിലോഗ്രാം മധുര നാരങ്ങയും 3 കിലോഗ്രാം ആപ്പിളും എങ്ങനെ എഴുതാം? 2x + 3y കൂടെ എത്രയാ? 520 രൂപ. ഇക്വേഷൻ 1. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 3 കിലോഗ്രാം മധുര നാരങ്ങയും 2 കിലോഗ്രാം ആപ്പിളും. 3 കിലോഗ്രാം മധുര നാരങ്ങ, 2 കിലോഗ്രാം ആപ്പിൾ, 2y അല്ലേ? ഇത് രണ്ടും കൂടെ എത്ര രൂപയാണ്? 480 രൂപ. ഓക്കെ, ഇവിടെ നമുക്കറിയാം എക്സ് കോമൺ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. ഇവിടെ 2x ആണെങ്കിൽ ഇവിടെ 3x ആണ്, ഇവിടെ 3y ആണെങ്കിൽ ഇവിടെ 2y ആണ്. സോ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിനെ കോമൺ ആക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒന്ന് ഒരേപോലെ വാങ്ങിക്കത്തക്ക രീതിയിൽ നമ്മൾ ഇക്വേഷനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ 2 കിലോഗ്രാം മധുര നാരങ്ങയാണല്ലോ, ഇവിടെ 3 ആണ്. അപ്പോൾ 2നും 3നും പകരം അവരെന്ത് ചെയ്തിരുന്നെങ്കിൽ 2 പേർക്കും ഒരേ അളവിൽ വാങ്ങിയിരുന്നെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നേനെ. അതായത് ഇത് രണ്ടും കൂടെ ചേരുന്നത് എവിടെയാണ്? ഈ 2ഉം 3ഉം കൂടെ ചേരുന്നത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അഥവാ ലസാഗു ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നത് എവിടെയായിരിക്കും? 6-ലായിരിക്കും. അപ്പോൾ ഇവിടെ 2xൻ്റെ ടേബിളിലും 3xൻ്റെ ടേബിളിലും ആരുണ്ട്? 6ഉണ്ട്. 2ൻ്റെ ടേബിളിലും 3ൻ്റെ ടേബിളിലും 6ഉണ്ട്. സോ നമുക്ക് 2നെ 6 ആക്കാൻ ശ്രമിക്കാം. അതിൽ ഏറ്റവും ചെറുതെടുത്താൽ അത്രയും എളുപ്പം. അതുകൊണ്ട് ഏറ്റവും ചെറുത് 6 തന്നെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനെ എന്തുകൊണ്ട് ഗുണിക്കണം? ഇവിടെ 2x 6 ആവാൻ 2 × 3 അല്ലേ? ഇതിനെ അവിടെ ഗുണിച്ചാൽ മതി. ഈ ഇക്വേഷനെ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 1 × 3 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ 3 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇക്വേഷൻ 1 × 3, അതായത് 3 × 2x + 3y = 520. ഇനി 3 × 2x + 3y, അതായത് ഇതിൻ്റെ 3 ടൈംസ് അല്ലെങ്കിൽ 3 മടങ്ങ് എടുക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് ഓപ്പണിംഗ് അല്ലേ? ഓക്കെ, 3 × 2 6x, 3 × 3 + 9 5, 1 × 3 9 സമം ഇവിടെയും × 3 അല്ലേ? 520 × 3 നമ്മളവിടെ ചെയ്യണം. സോ 520 × 3 1560, 1560 എന്തായാലും × 3. സോ ഇവിടെ 0 ലാസ്റ്റ് കിടക്കുന്നുണ്ട്. നമ്മൾ 0 ഇല്ലാതെയാണ് ചെയ്യാറ്. ഇപ്പോൾ എന്തായാലും 0 എഴുതിയ സ്ഥിതിക്ക് 0 ഇട്ട് ചെയ്യാം. 0 × 3 0, 2 × 3 6, 2 × 3 6, 5 × 3 15, 1560 എന്ന് നമുക്ക് പുതിയ ഇക്വേഷൻ കിട്ടും. ഇനി സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് ഇതേ കണക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3x + 2y × 2 = 480 × 2. ലെഫ്റ്റും റൈറ്റും ഒരേപോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം.
സോ ഇവിടെ എന്താകും 6x 4y. ഇതിൻ്റെ 2 ഗുണം 3 6 6x പ്ലസ് 4y. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും ഇങ്ങനെ ബ്രാക്കറ്റ് ഓപ്പണിംഗ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒന്നിനെ, അതായത് 3xനെ മാത്രം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. അങ്ങനെ ചെയ്യരുത്. ബ്രാക്കറ്റിനുള്ളിലുള്ള രണ്ട് സംഖ്യയെയും ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ അടുത്ത സ്റ്റെപ്പ് റൈറ്റ് ഹാൻഡ് സൈഡിൽ 48 ഇൻറ്റു 2 ചെയ്തിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 48 ഇൻറ്റു 2 2 8 2 6 2 8 16 1 ശിഷ്ടം 1 2 2 4 8 2 4 6 8 8 പ്ലസ് 1 ശിഷ്ടം ഒന്നുകൂടെ കൂട്ടി 96. അപ്പോൾ 96 പിന്നെ ഒരു 0 അല്ലേ, 480 ആയതുകൊണ്ട് 960 എന്ന് കിട്ടും. 960 റുപ്പീസ് വേണമെങ്കിൽ പറയാം. ഇത് ഇക്വേഷൻ 4. ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ കമ്പയർ ചെയ്യാൻ വരുന്ന മോഡലായി അല്ലേ. ഇവിടെയും 6x ഉണ്ട്, ഇവിടെയും 6x ഉണ്ട്. ഇവിടെ 9y 4y ഡിഫറൻസ്, ഇവിടെയും ഡിഫറൻസ് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി അടുത്തെഴുതി ഒന്നതിൻ്റെ ഡിഫറൻസ് നോക്കാം. അപ്പോൾ ആദ്യം തേർഡ് ഇക്വേഷൻ എഴുതാം. 6x പ്ലസ് 9y ഈസ് ഈക്വൽ ടു എത്ര? 1560. അടുത്തത് 6x പ്ലസ് 4y ഈസ് ഈക്വൽ ടു 960. അപ്പോൾ തന്നെ നമുക്ക് ആൻസറിൻ്റെ കൂടെ ഏകദേശം എത്തുക അല്ലേ. ഇവിടെ രണ്ടിടത്ത് കോമൺ ആയിട്ട് 6 ഉണ്ട്, 6x ഉണ്ട്. സോ ഡിഫറൻസ് ഇവിടെ എക്സ് തമ്മിലുള്ള ഡിഫറൻസ് ഇല്ല, 0. y തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5y അല്ലേ. 9 4 9 4 നമ്മുടെ വ്യത്യാസം എത്രയാണ്? 5ൻ്റെ വ്യത്യാസം. സോ 5y 9 4 കുറച്ചാൽ 5 5y ഈസ് ഈക്വൽ ടു ഇത് തമ്മിലുള്ള വ്യത്യാസം 0 0 15 15 9 പോയാൽ അല്ലേ. 15 9 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10 പിന്നെ 5 അത് 1 5 കൂടെ 6 15 - 9 6 600. ഇവിടെ 5y 600 അങ്ങനെയാണെങ്കിൽ ഒരു y എത്രയായിരിക്കും? 600. ഈ 5നെ അപ്പുറത്തുകൊണ്ട് പോയി ഗുണിക്കണം. സോ 600 ഹരണം 5 വെട്ടിക്രിയ ചെയ്യാം. 5 കൊണ്ട് വെട്ടാം. 1 5 5 6ൽ 1 5 ശിഷ്ടം 1 10ആയി. 10ൽ എത്ര 5 ഉണ്ട്? 10ൽ 2 5 ഉണ്ട്. സോ 10 പോയി, പിന്നെ ഈ 0 20. y ഈസ് ഈക്വൽ ടു 120. ഇനി വൈയുടെ വില 120 ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ ഈ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഏറ്റവും ചെറിയ ഇക്വേഷനിലോട്ട് പോവുക. നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള ഏറ്റവും ചെറിയ ഇക്വേഷൻ വൈയുടെ വാല്യൂ 120. അപ്പോൾ 2y ഇരട്ടി എടുക്കുന്നതാണ് നമുക്ക് എളുപ്പം അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ സെലക്ട് ചെയ്യാം. 3x പ്ലസ് 3x പ്ലസ് 2y ഈസ് ഈക്വൽ ടു എത്രയാണ്? 480 480. സോ വൈയുടെ വാല്യൂ 120 ആണെന്ന് നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് വൈ. വൈയുടെ വില നൽകുകയാണെങ്കിൽ 3x പ്ലസ് 2 ഇൻറ്റു 120 2 ഇൻറ്റു 120 സമം 480. അപ്പോൾ 3xൻ്റെ കൂടെ 2 180 എത്രയാണ്? 2 ഇൻറ്റു 180 എത്രയാണ്? 12 ഇൻറ്റു 2 0 ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും ചെയ്താൽ മതി. 0 ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് 2 2 2 ഇൻറ്റു 2 4 1 2 2. സോ 24 എന്ന് കിട്ടും. 24 0 240 സമം 480. 3xൻ്റെ കൂടെ 240 കൂട്ടിയപ്പോൾ 480. ആ 3xൻ്റെ കൂടെ 240 കൂട്ടിയില്ലായിരുന്നെങ്കിലോ 480നെക്കാട്ടി 240 കുറവായിരുന്നേനെ. സോ മൈനസ് 240. അതാണ് എൻ്റെ മാക്സ്. ഈ കൂട്ടിയിരിക്കുന്ന 240 റൈറ്റ് സൈഡിൽ പോയിട്ട് വലതുവശത്ത് പോയിട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ 240 480 തമ്മിലുള്ള വ്യത്യാസം കുറയ്ക്കുക. 8 4 പോയാൽ 4 4 2 പോയാൽ 2 240. സോ 3x ഈസ് ഈക്വൽ ടു 240 എന്ന് നമുക്കിവിടെ കിട്ടി. 3x 240 ആണെങ്കിൽ 1x എത്രയായിരിക്കും? 240 ഭാഗം 3 3ആയിട്ട് ഹരിക്കുക, 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. സോ ഇവിടെ നമുക്ക് വെട്ടിക്രിയ ചെയ്യാം.
ഒരു 3 3. ഇവിടെ 2 കൊണ്ട് പറ്റത്തില്ല, അപ്പോൾ 24 എടുക്കുക. എത്ര 4ആണ്? എത്ര 3ആണ്? 8 3 24 അല്ലേ? 8 പിന്നെയും കേട്ടോ 0 80. എക്സിൻ്റെ വില 80 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വില 80, വൈയുടെ വില എന്ത്? 120. അപ്പോൾ എക്സായിട്ട് നമ്മളെടുത്ത മധുര നാരങ്ങ എത്രയാണ്? 80. ലാസ്റ്റ് ഫൈനൽ എഴുതുക, എടുത്തെഴുതുക. മധുര നാരങ്ങ സമം 80. അടുത്തെന്താ? ആപ്പിൾ സമം എത്രയാണ്? 120 രൂപ. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലംസ്. താങ്ക് യു.